അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശാസ്ത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പലതും പല രീതിയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലത് എന്തായിരിക്കും എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയുടെ മേലിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ പലതും അബദ്ധത്തിൽ കണ്ടെത്തിയതായിട്ടും ഉള്ളതായിട്ടുണ്ട്. അഥവാ ഉദാഹരണം പറയുകയാണെങ്കിൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പോലത്തത് ആ ഒരു സാഹചര്യത്തിൽ അതിനായിട്ട് തയ്യാറാകാതെ കണ്ടെത്തിയിട്ടുള്ളതാണ്. അതുപോലെ ഒന്നാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്നുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ സയൻസിൽ വ്യത്യസ്ത രീതികളുണ്ട് എങ്കിൽ പോലും ശാസ്ത്രപരമായിട്ട് ലാബ് ഉപയോഗിച്ച് ഒന്നും ആയിരുന്നല്ല ഈ ഒരു സെൽ തിയറി എന്നുള്ള ഇതിലേക്ക് എത്തുന്നത്. ഞാൻ ഇവിടെ പറയാൻ പോകുന്നുള്ളത്, നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് സെൽ തിയറിയെ കുറിച്ചാണ്. അഥവാ ദ വിയേർഡ് ഹിസ്റ്ററി ഓഫ് സെൽ തിയറി. ആദ്യമായിട്ട് പറയുന്നത് ഏതൊരു വസ്തുവും ഒരു സെല്ലുകളാൽ കൊണ്ടാണ് ഒന്നിലധികമോ സെല്ലുകൾ കൊണ്ടായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. രണ്ടാമത്തെ തിയറി പറയുന്നത് ഏതൊരു വസ്തുവിനെയും സ്ട്രക്ചർ ചെയ്യുന്നതിന്റെ ഒരു ബേസിക് എന്ന് പറയുന്നത് സെല്ലാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ തിയറി പറയുന്നത് സെല്ലുകൾ ആദ്യമേ ഉള്ള മറ്റൊരു സെല്ലുകളിൽ നിന്ന് പിരിഞ്ഞുണ്ടാവുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോ നമുക്ക് ഈ ഒരു വിയേർഡായിട്ടുള്ള സെൽ തിയറിയിലേക്ക് ഒന്ന് പോയി നോക്കാം. തുടങ്ങുന്നത് 1600-കളിലാണ്. അഥവാ നെതർലാൻഡിലെ ഒരു കണ്ണട നിർമ്മിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സാക്കറിയാസ് ജെർസൺ. ഇദ്ദേഹം തന്നെയായിരുന്നു മൈക്രോസ്കോപ്പ് കണ്ടെത്തിയത്. ഇദ്ദേഹം തന്നെ ബൈനോക്കുലർ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. എന്നാൽ അതിൽ വലിയ എതിർപ്പുകൾ വരുന്നുണ്ട്. കാരണം ആ കാലത്ത് ഇതുകൊണ്ട് ഉപയോഗിച്ചിരുന്നവർ, അഥവാ മൈക്രോസ്കോപ്പ് പോലത്തത് കൊണ്ട് ഉപയോഗിച്ചിരുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടെ വളരെ പെട്ടെന്ന് തന്നെ ഈ മൈക്രോസ്കോപ്പ് വളരെ പെട്ടെന്ന് തന്നെ ഫേമസ് ആകാനുണ്ടായത്. അങ്ങനെ അതിൽ നിന്ന് ഡച്ച് പൗരനായിട്ടുള്ള ആന്റൺ വൺ ലീവൻ ഹൂക്ക് എന്നുള്ളത് മറ്റുള്ളവർ പറയുന്ന മൈക്രോസ്കോപ്പിന് എനിക്ക് വേണ്ട, ഞാൻ സ്വന്തമായിട്ടൊന്ന് ഉണ്ടാക്കുമെന്നുള്ള തീരുമാനത്തിൽ അദ്ദേഹം ഒരു പുതിയ രീതിയിലുള്ള ഒരു മൈക്രോസ്കോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇതുകൊണ്ട് ഒരു സൺഗ്ലാസ് പോലത്തെ ഒന്ന് ഉണ്ടാക്കുന്നുണ്ട്. ശേഷം അതിനെ കൂട്ടിയോജിപ്പിച്ചാൽ വളരെ കഷ്ടമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ശേഷം അദ്ദേഹം ആ കിട്ടിയ വസ്തു കൊണ്ട് വളരെ ചെറുതും വലുതുമായ പലതിനെയും അദ്ദേഹം നോക്കിക്കാണുന്നുണ്ട്. ഏതുവരെ എന്ന് വെച്ചാൽ ആ നാട്ടിലുള്ള ആളുകൾ പല്ല് തേക്കാറില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പരീക്ഷണം നടത്തുന്നത് ആ നാട്ടിലുള്ള ആളുകളുടെ പല്ലിലേക്ക് നോക്കിയിട്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ആദ്യത്തെ പരീക്ഷണം വസ്തുവായിക്കൊണ്ട് ഒരുപാട് ബാക്ടീരിയകൾ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. കാരണം പല്ല് തേക്കാറില്ല, അല്ലെങ്കിൽ കുറച്ചു പേർ മാത്രമേ തേക്കായിരുന്നുള്ളൂ എന്ന് പറയാൻ പറ്റൂ. അങ്ങനെ ഇദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ നമ്മൾ ഇന്ന് പറയുന്ന ബാക്ടീരിയ എന്നുള്ള പേരിലായിരുന്നില്ല അദ്ദേഹം കൊടുത്തിരുന്നത്, ആനിമുലസ് എന്നുള്ള പേരിലായിരുന്നു. കാരണം അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള സെല്ലുകൾക്ക് ഈ അനിമലുകളുടെ രൂപമായിരുന്നതിനാലാണ് അദ്ദേഹം ആനിമുലസ് എന്നുള്ള പേര് അതിന് കൊടുത്തിരുന്നത്. ശേഷം തന്റെ കണ്ടെത്തലുകൾ തന്റെ കൂട്ടുകാരനായിട്ടുള്ള ഇംഗ്ലണ്ടുകാരനായിട്ടുള്ള റോബർട്ട് ഹൂക്കിന് അദ്ദേഹം മെയിൽ അയക്കുന്നുണ്ട്. ഈ റോബർട്ട് ഹൂക്ക് എന്ന് പറയുന്ന വ്യക്തി ഫിസിക്സിലും സയൻസിന്റെ വ്യത്യസ്ത തലങ്ങളിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. ഈ തന്റെ കൂട്ടുകാരൻ അയച്ചിട്ടുള്ള ഈ സെൽ തിയറിയെ അദ്ദേഹം ഈ ഫിസിക്സ്, സയൻസ്, കെമിസ്ട്രി പോലത്തുള്ള വ്യത്യസ്ത സയൻസുകളിൽ അദ്ദേഹം നോക്കുന്നുണ്ട്. അങ്ങനെ പരീക്ഷിച്ചതിന് ശേഷം അദ്ദേഹം ഒരു കോർക്ക് എടുത്തുകൊണ്ട് അദ്ദേഹം അത് പരീക്ഷിക്കുന്നുണ്ട്. ഒരു മൈക്രോസ്കോപ്പ് നോക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം കാണുന്നത് ഈ ഒരു രീതിയിലാണ്. അങ്ങനെ ഇതിന് അദ്ദേഹം പേരിട്ടു സെൽ എന്നുള്ള പേരാണ് ഇടുന്നത്. കാരണം ഒരു ചർച്ചിൽ ഒരു അച്ഛൻ ഉറങ്ങുന്ന റൂം പോലെയായിരുന്നു അദ്ദേഹത്തിന് തോന്നിയിരുന്നത്. അതിനാൽ തന്നെ അദ്ദേഹം അതിന് സെൽ എന്നുള്ള പേരാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം ഇത് തന്റെ കൂട്ടുകാരനോട് പറയുകയും ആ കൂട്ടുകാരൻ താങ്ക്സ്, നന്ദി പറയുകയും ചെയ്യുന്നുണ്ട്.
എന്നാൽ ഈ ഹൂക്കിന്റെ ഒരു പ്രശ്നം എന്നുള്ളത് ഇദ്ദേഹം ഒരു അവഗണിക്കപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. കാരണം നമുക്കറിയാം സർ ഐസക് ന്യൂട്ടന്റെ ഗ്രാവിറ്റി തിയറിയെ അദ്ദേഹം എന്നിൽ നിന്ന്, എന്റെ ഭൗതിക ശാസ്ത്രത്തിൽ നിന്ന് കടമെടുത്തതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഈ ഒരു പരാമർശത്തെ ചൊല്ലി രണ്ടുപേരും തർക്കം ഉണ്ടാകുന്നുണ്ട്. ശേഷം ഈ തർക്കം ഈ ഹൂക്ക് മരണം നടക്കുന്നത് വരെ അദ്ദേഹം നടക്കുന്നുണ്ട്. കാരണം ശേഷം ഈ ഹൂക്കിന്റെ പല തിയറികളെയും ഈ ന്യൂട്ടൻ തന്നെ നശിപ്പിക്കുകയും ഇല്ലാണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരേ ഒരു പോർട്രേറ്റ് ആയിരുന്നു, ആകെ ഉണ്ടായിരുന്ന കണ്ടെത്തലുകൾ മാറ്റി അദ്ദേഹത്തിന്റെ ഒരേ ഒരു പോർട്രേറ്റ് ഇല്ലാണ്ടാക്കുകയും അദ്ദേഹം എങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാൻ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് പോലും അറിയാത്ത രീതിയിലേക്ക് ന്യൂട്ടൻ കൊണ്ടെത്തിക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ അറിയപ്പെടുന്ന 1800-കൾക്ക് ശേഷം ഇപ്പോൾ അറിയപ്പെടുന്ന പുതിയ തിയറികൾ, ജർമ്മനിയിലെ 2 സയന്റിസ്റ്റുമാർ 2 സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നുണ്ട്. അതിൽ ഒരു വ്യക്തി മാത്യാസ് സ്ലൈഡൻ ആയിരുന്നു. അദ്ദേഹം ഒരു ബൊട്ടാനിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം തന്റെ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ ബൊട്ടാനിക്കൽ പ്ലാന്റുകളിൽ പരീക്ഷണം നടത്തുകയും അദ്ദേഹം ഓരോ സെല്ലുകൾ കൊണ്ടാണ് ഇത് കണ്ടെത്തുകയും എന്നുള്ളത്, സെല്ലുകൾ കൊണ്ടാണ് ഈ ഇലകളെല്ലാം കണ്ടെത്തിയത് എന്ന് മനസ്സിലാക്കുകയും എല്ലാ പ്ലാന്റുകളും സെല്ലിൽ നിന്നാണ് എന്ന് എത്തിക്കുന്നുണ്ട്. ശേഷം മറ്റൊരു വ്യക്തിയായിട്ടുള്ള ബൊട്ടാനിസ്റ്റ് തന്റെ അനിമലുകളിൽ ഇത് നടത്തുകയും എല്ലാ വസ്തുക്കളും അനിമലിൽ നിന്നാണ് എന്നുള്ളത് എത്തിക്കുന്നുണ്ട്. ഇത് തന്റെ സഹപ്രവർത്തകരിലേക്ക് എത്തിക്കുകയും തന്റെ പ്രവർത്തകർ ഇതിന് ശരിവെക്കുകയും മൂന്നാമത്തെ തിയറി ആയിട്ടുള്ള പ്രീ എക്സിസ്റ്റിംഗ് സെല്ലുകളിൽ നിന്നാണ് ഓരോ സെല്ലുകൾ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുകയും, എന്നാൽ അവർ തമ്മിൽ തർക്കം ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ സ്ലൈഡൻ എന്ന വ്യക്തി എല്ലാ സെല്ലുകളും തനി ഉണ്ടാകുന്നതാണ് എന്ന വാദക്കാരനായിരുന്നു. എന്നാൽ റുഡോൾഫ് വിർക്കോ ഇദ്ദേഹത്തിന്റെ വരവോടുകൂടെ ഇദ്ദേഹം മൂന്നാമത്തെ തിയറിയെ ശരിയാണ് എന്നുള്ള രീതിയിലേക്ക് വെക്കുന്നുണ്ട്. എന്നാൽ റോബർട്ട് റീമാക്ക് എന്നുള്ള ജൂനിസ്റ്റ് ഇതിനെ എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ തിയറിയിൽ നിന്നാണ് കടമെടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ തർക്കമുണ്ടാകുകയും, അങ്ങനെയാണ് പല്ലിൽ നിന്ന് തുടങ്ങി ഐസക് ന്യൂട്ടനെയും എല്ലാം എതിരായി കൊണ്ടുവന്ന് അങ്ങനെയാണ് ഈ വേർഡായിട്ടുള്ള തിയറി ഓഫ് സെൽ തിയറി ഉണ്ടായിട്ടുള്ളത്. അസ്സലാമു അലൈക്കും.